ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ രാജ്കുമാറായി വന്നിരിക്കുന്നത് ചന്ദ്രദാസ് ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ചന്ദ്രദാസിനെയും രാഘവനെയും വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതിന് ശേഷം വസുന്ധര ചോദിക്കുന്നുണ്ട്, ഈ വന്നത് രാജ്കുമാർ അല്ലെങ്കിൽ യഥാർത്ഥ രാജ്കുമാർ ആരാന്ന് ഇനിയെങ്കിലും തുറന്നു പറഞ്ഞേ പറ്റുമെന്ന് വർഷയോട് പറയുമ്പം നിവർത്തി കെട്ട് വർഷ എല്ലാവരോടും പറയുന്നുണ്ട് ശർമ്മിളയാണ് രാജ്കുമാറെന്ന്. എല്ലാ തെളിവുകളും നൽകിക്കൊണ്ടിരുന്നത് ശർമ്മിള തന്നെയാണെന്ന് എല്ലാവരോടും പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ വിവേക് അവിടെ ഇല്ലായിരുന്നു. പിറ്റേന്ന് വിവേകിനെ കാണുമ്പം ശിവനന്ദ പറയുന്നുണ്ട്, ഇത്രയും നാൾ വിക്രമനെതിരെ എല്ലാ തെളിവുകളും നൽകിക്കൊണ്ടിരുന്നത് എൻ്റെ അമ്മ തന്നെയാണെന്ന് സന്തോഷ വിവരം വിവേകിനെ അറിയിക്കുന്നുണ്ട്. എന്നാൽ വിവേകിനാണെങ്കിൽ മുന്നേ ഈ വിവരം അറിയാമെങ്കിലും അറിയാത്ത മട്ടിന് ശിവനന്ദയോട് പറയുന്നു, എല്ലാ വിവരങ്ങളും നൽകിക്കൊണ്ടിരുന്നത് തൻ്റെ അമ്മയായിരുന്നു എന്ന മട്ടിന് വിവേക് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ശിവനന്ദ വിവേകിനോട് പറയുന്നുണ്ട്, ഇന്ന് നമുക്കൊന്ന് പുറത്ത് കറങ്ങാൻ പോയാലോ, ഞാൻ ഇന്ന് ഫ്രീ ആണെന്ന് പറയുന്നുണ്ട്. അന്നേരം വിവേക് പറയുന്നുണ്ട്, എനിക്ക് സമയമില്ല, എൻ്റെ ഒരു കൂട്ടുകാരൻ ഇന്ന് എന്നെ കാണാൻ ഇവിടെ വരും. ആ സമയത്താണെങ്കിൽ വർഷ താഴെ നിന്ന് ഫോൺ ചെയ്യുന്നതും വിവേക് ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് ശിവനന്ദയ്ക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്. ഫോൺ അറ്റൻഡ് ചെയ്തതിന് ശേഷം ശിവനന്ദ വളരെ ഹാപ്പി ആയിട്ട് വിവേകിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അന്നേരം വിവേക് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, തനിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം ശിവനന്ദ പറയുന്നുണ്ട്, വിക്രമനെ പോലീസ് അറസ്റ്റ് ചെയ്തു, അത് നേരിട്ട് പോയി ഞങ്ങൾക്ക് വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകാനൊരുങ്ങുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം താഴെ നിന്ന് വർഷ കാണുന്നുണ്ട്. അത് കണ്ട വിവേക് പെട്ടെന്ന് താഴെ വർഷയുടെ അരികിലോട്ട് ചെല്ലുന്നുണ്ട്. വിക്രമനെ പോലീസ് അറസ്റ്റ് ചെയ്തു, അതിന് തനിക്ക് നന്ദി പറയാനാണ് വന്നതെന്ന് പറയുമ്പം വർഷ ചോദിക്കുന്നുണ്ട്, അതിന് എനിക്കെന്തിനു നന്ദി പറയുന്നത്, ശിവനന്ദയോടല്ലേ നന്ദി പറയാനുള്ളത്, അവളല്ലേ മീഡിയയിലൂടെ എല്ലാം ചെയ്തതെന്ന് പറയുമ്പം വിവേക് പറയുന്നുണ്ട്, അവൾ മീഡിയയിലൂടെ എല്ലാം നൽകിയെങ്കിലും അതിന് വേണ്ടപ്പെട്ട തെളിവുകൾ നൽകിയത് താനല്ലായിരുന്നു. മാത്രമല്ല മുമ്പേ തനിക്ക് മീഡിയയ്ക്ക് ആവശ്യമായ തെളിവുകൾ നൽകുന്നത് ശർമ്മിളയാണെന്ന് എനിക്കറിയാമായിരുന്നു, ഞാനത് ആരോടും പറയാതിരുന്നതാണെന്ന് വിവേക് പറയുന്നുണ്ട്. ആ സമയത്ത് വർഷ പറയുന്നുണ്ട്, താൻ എൻ്റെ മുറിയിൽ കയറി ഒളിച്ചിരുന്ന സമയത്ത് തന്നെ എല്ലാ തെളിവുകളും കണ്ടുപിടിച്ച് കാണുമെന്ന് എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു എന്ന് വർഷയും പറയുന്നുണ്ട്. അന്നേരം വിവേക് പറയുന്നുണ്ട്, നമുക്കിടയിൽ ചില തെറ്റിദ്ധാരണകൾ കൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ്, താൻ ഇപ്പോഴും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക, താനും ശിവനന്ദയും കൂടിയുള്ള വൈറൽ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് തന്നോടൊരു വെറുപ്പുമില്ലെന്നും താൻ ജെനുവിനാണെന്നും എനിക്കറിയാമെന്ന് വിവേക് പറയുന്നുണ്ട്. മാത്രമല്ല അതിനുശേഷം ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും തന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്, അത് താൻ ചുമ്മാ തെറ്റിദ്ധരിച്ചിട്ടുള്ളതാണ്. എന്തിന്, ചന്ദ്രദാസ് രാജ്കുമാർ അല്ലെന്നറിഞ്ഞ് എത്രയും പെട്ടെന്ന് അയാളെ ഞാൻ ഇവിടുന്ന് അടിച്ചു ഓട്ടിക്കാൻ വേണ്ടി വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അയാളെ അടിച്ചു പുറത്താക്കി. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് വിശ്വസിച്ച് നമുക്കൊരു ഫ്രണ്ട്സ് ആയിക്കൂടെയെന്ന് വിവേക് വർഷയോട് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് വിവേകിൻ്റെ ജെനുവിനായിട്ടുള്ള വർത്തമാനം കേൾക്കുമ്പം വർഷയ്ക്ക് എന്തോ വിശ്വാസത തോന്നുന്നുണ്ട്. ആ സമയത്ത് വർഷ പോകാനൊരുങ്ങുമ്പോൾ വിവേക് വർഷയുടെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, താൻ ഒരു മറുപടി പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറയുന്നുണ്ട്. അന്നേരം വർഷ കൈയൊക്കെ തട്ടി മാറ്റി പോകാനൊരുങ്ങുന്നുണ്ടെങ്കിലും വിവേക് പറയുന്നുണ്ട്, എനിക്ക് തന്നെ വളരെയധികം ഇഷ്ടമാണെന്നൊക്കെ തുറന്നു പറയുന്ന സമയത്ത് വർഷയും വിവേകും പരസ്പരം നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ വർഷയ്ക്കും വിവേകിനോട് ഇഷ്ടം തോന്നി തുടങ്ങുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ധനപാലൻ വിവേകിനെ വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് വർഷയും കൊണ്ട് വിവേക് ഒളിച്ചു നിൽക്കുന്ന സമയത്താണെങ്കിൽ ധനപാലൻ പറയുന്നുണ്ട്, നിന്റെ കൂട്ടുകാരൻ കുറേ നേരം കൊണ്ട് നിന്നെ ഫോണിൽ വിളിക്കുന്നുണ്ട്, അവൻ ഇപ്പോൾ എത്തുമെന്നാണ് അറിഞ്ഞത്, ഞാൻ വഴിയെല്ലാം പറഞ്ഞു കൊടുത്തെന്ന് ധനപാലൻ വിളിച്ചു പറയുന്നുണ്ട്. അവൻ മിക്കവാറും അപ്പുറത്തായിരിക്കും, കേട്ടോ ആവോന്നും പറഞ്ഞ് ധനപാലൻ പെട്ടെന്ന് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ വിവേക് പോകുന്ന സമയത്താണെങ്കിൽ വളരെ റൊമാൻറ്റിക്കായിട്ട് യു ആർ മൈ ക്യൂട്ടി എന്നൊക്കെ പറഞ്ഞ് വർഷയോട് വളരെ സ്നേഹത്തിലാണ് പോകുന്നത്. അങ്ങനെ വർഷയ്ക്കും വിവേകിനോട് ഇഷ്ടം തോന്നി തുടങ്ങുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ശിവനന്ദ വളരെ വെപ്രാളത്തിന് മീഡിയയുടെ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് വിവേകിൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടി വന്ന് ശിവനന്ദയുടെ ദേഹത്തിടിക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ കൂട്ടുകാരൻ വന്ന് ശിവനന്ദയെ എണീപ്പിച്ചിട്ട് സോറിയൊക്കെ പറയുന്നുണ്ട്. അന്നേരം ശിവനന്ദ പറയുന്നു, സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല, എൻ്റെ കയ്യിലാണ് തെറ്റ്, ഞാനാണ് വെപ്രാളത്തിന് വന്ന് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ശിവനന്ദയും പറയുന്നുണ്ട്. ഈ സമയത്ത് വീണ്ടും വീഴാൻ പോയ ശിവനന്ദയെ വീണ്ടും പൊക്കി നിർത്തിയേക്കുന്നത് കൂട്ടുകാരനോട് പറയുന്നുണ്ട്, എന്നെ നിലത്ത് നിർത്തിയാൽ മതി, എനിക്കിപ്പം കുഴപ്പമൊന്നുമില്ലെന്ന് ശിവനന്ദ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ അകത്ത് ധനപാലൻ്റെ കരച്ചിൽ കേട്ട് വിവേക് ഓടിച്ചെന്ന് വെള്ളമൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ധനപാലൻ്റെ കരച്ചിൽ കേട്ട് പെട്ടെന്ന് ശിവനന്ദയും കൂട്ടുകാരനും വർഷയും എല്ലാവരും ഓടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ധനപാലന് ശബ്ദം പുറത്തു വരുന്നില്ല. പെട്ടെന്ന് ധനപാലൻ പറയുന്നുണ്ട്, എനിക്കൊരു സന്തോഷ വിവരം പറയാനുണ്ട്, നിൻ്റെ മമ്മിയെ വിളിക്കാൻ, മമ്മി കുളിക്കാൻ പോയിരിക്കുക, ഡാഡി എന്താണെന്ന് വെച്ചാൽ പറയാൻ പറയുന്നുണ്ട്. ആ സമയത്ത് ധനപാലൻ പറയുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരനാണ് ഇപ്പം വിളിച്ച് വിവരം അറിയിച്ചത്, വിക്രമനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന്. ആ സന്തോഷ വിവരം വസുന്ധരയോട് പറയാൻ വിളിച്ചതാ, അപ്പം ശബ്ദം പുറത്തു വരുന്നില്ല, സന്തോഷം കാരണമെന്ന് പറയുന്നുണ്ട്.
ആ സമയത്ത് വിവേക് പറയുന്നുണ്ട് നമുക്ക് ടി വിയിലൂടെ ഈ ന്യൂസ് ഇപ്പം തന്നെ കാണാമല്ലോ എന്ന് പറഞ്ഞ് ടി വി ഇടുമ്പം വിക്രമനെ പോലീസ് അറസ്റ്റ് ചെയ്ത വിവരമൊക്കെ ടി വിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വസുന്ധര അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. വസുന്ധരയ്ക്ക് അത് കണ്ടു കഴിഞ്ഞപ്പം വളരെ സന്തോഷമാകുന്നുണ്ട്. അന്നേരം വിവേക് പറയുന്നുണ്ട് ഇനിയെങ്കിലും മമ്മി മുടി കെട്ടി വെക്കണമെന്ന് പറയുമ്പം ധനപാലനും പറയുന്നുണ്ട് എന്തായാലും നിന്റെ പ്രതികാരം വിജയിച്ചില്ലേ, ഇനിയെങ്കിലും മുടി കെട്ടി വെക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനു വേണ്ടി ഒരുപാട് ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്തതാണ് ഞാൻ, അതുകൊണ്ട് ഇനി എല്ലാ വഴിപാടുകളും ഓരോന്നായി തീർക്കണം, ഒരു തീർത്ഥയാത്ര തന്നെ പോകണമെന്ന് ധനപാല അന്നേരം പറയുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ കുട്ടികൾ കാരണം എൻ്റെ ആഗ്രഹം സാധിച്ചെന്നും പറഞ്ഞ് വസുന്ധര മുടി കെട്ടി വെച്ചിട്ട് ശിവനന്ദയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അന്നേരം വിവേകിൻ്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട് ഇതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ശിവനന്ദ വലിയൊരു പുള്ളിയാണെന്ന്. ഒരു മീഡിയയുടെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ, ഏത് മീഡിയ ആണെന്നൊക്കെ ചോദിക്കുമ്പം ശിവനന്ദയും വിവേകും വർഷ എല്ലാവരും ചേർന്ന് പറയുന്നുണ്ട് NGK മീഡിയ ആണ്, ഒരു ഓൺലൈൻ മീഡിയ ആണ്. അന്നേരം വസുന്ധര പറയുന്നുണ്ട് വലുതായിട്ട് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ കയ്യിൽ അതിന് ഫണ്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ തുടങ്ങിയെന്ന് പറയുമ്പം വിവേകിൻ്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട് അത് വലിയ രീതിയിൽ തുടങ്ങാൻ വേണ്ടുന്ന ആവശ്യമായ ഫണ്ട് ഞാൻ തരാം, ഞാൻ എന്തെങ്കിലും കാര്യത്തിന് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അന്നേരം വിവേകം പറയുന്നുണ്ട് അവൻ എന്തെങ്കിലും ബിസിനസ് കാര്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിന് വേണ്ടിയാണ് ഇവിടെ വന്നത്, എന്തായാലും ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് എല്ലാവരും പറയുന്നു. എല്ലാവർക്കും വളരെയധികം സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ശിവനന്ദയ്ക്ക് കൈയൊക്കെ കൊടുത്ത് പുതിയ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ആ സമയത്ത് വിവേക് വർഷയ്ക്ക് കൈ കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇതിനാവശ്യമായ തെളിവുകളെല്ലാം നൽകി ഈ മീഡിയ മുന്നോട്ട് കൊണ്ടുവന്നത് താനാണെന്നും പറഞ്ഞ് വർഷയെ അഭിനന്ദിക്കുന്നുണ്ട്. ആ സമയത്ത് വിവേകാണെങ്കിൽ കൈ വിടാൻ വളരെ പാട് കാണിക്കുന്നുണ്ട്. വർഷ പെട്ടെന്ന് കൈയൊക്കെ തട്ടി മാറ്റുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ വിക്രമനെ അറസ്റ്റ് ചെയ്തത് കാരണം വിക്രമൻ്റെ വീട്ടിൽ മാധ്യമങ്ങളെല്ലാം വന്ന് ഹരിതയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പെട്ടെന്നുണ്ടായ അറസ്റ്റിന് കാരണം ലക്ഷ്മിയുടെ കേസാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഹരിത പറയുന്നുണ്ട് ഇത് പൂർണ്ണമായിട്ട് ഇല്ലീഗലായിട്ടുള്ള അറസ്റ്റാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്കിളിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി മാത്രം വിളിച്ചിട്ട് പെട്ടെന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുമായിരുന്നെന്നൊക്കെ ഹരിത പറയുന്ന സമയത്ത് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് മുന്നേ അറിയിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നല്ലോ എന്ന് പറയുമ്പം പെട്ടെന്ന് ഹരിത ആകെ കുഴയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ പെട്ടെന്ന് അഞ്ജു ഹരിതയുടെ കണ്ണ് കെട്ടിച്ച് എങ്ങനെയെങ്കിലും വീട്ടിനുള്ളിൽ കയറി പറ്റുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളെല്ലാം തിരക്കുന്നുണ്ട്. ആ സമയത്ത് ശർമിള പറയുന്നുണ്ട് ഇങ്ങനൊരു സ്വീകരണമല്ലായിരുന്നു തരേണ്ടത്, ഇനി എന്തായാലും ചേട്ടൻ്റെ രാഷ്ട്രീയ ഭാവിയൊക്കെ ഇല്ലാതായി, ഇനി ഞാനും രാഹുലും ചേർന്നായിരിക്കും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇനി തീരുമാനിക്കുന്നത്, ഹരിതയുടെയും ചേട്ടൻ്റെയും ഭരണമെല്ലാം ഇനി നിലനിൽക്കില്ല, എന്തായാലും കുറേ ഉപ്പ് തിന്നതല്ലി കുറച്ച് വെള്ളം കുടിക്കട്ടെന്ന് രാഹുലും പറയുന്നുണ്ട്. എന്നാലും ഡാഡി അറസ്റ്റ് ചെയ്തതിന് രാഹുൽ ചെറിയ വിഷമം ഉണ്ടും താനും. രാഹുൽ ഫോൺ എടുക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഇത്ര റിസ്ക് എടുത്ത് വന്നതെന്ന് പറഞ്ഞ് അഞ്ജു പെട്ടെന്ന് എങ്ങനെയെങ്കിലും തിരിച്ചു പോകുന്ന സമയത്ത് ഹരിത കാണുന്നുണ്ട്. അന്നേരം അഞ്ജുവിനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഹരിത ഇനി അഞ്ജുവിനെ കണ്ടുപിടിക്കുമോ ഇല്ലയോ എന്ന് ഇനി എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.